Welcome back to my YouTube channel, Sahaya. വീടിന്റെ രണ്ട് സൈഡിലും നിറയെ പൂക്കൾ ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലൊരു കുഞ്ഞു കിളിപ്പ് തേനൊക്കെ കുടിക്കാൻ വേണ്ടി വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് തോന്നിയ ഒരു ഐഡിയയിൽ ചെയ്തെടുത്ത ക്രാഫ്റ്റാണ്. ഈ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ആകെ ഉപയോഗിച്ചിട്ടുള്ളത് കവുങ്ങിന്റെ ഒരു പാളയം, ഒരു കുഞ്ഞടയ്ക്കാൻ മാത്രമാണ്. അപ്പൊ അതെങ്ങനെയാണ് നമ്മുടെ ഈ കവുങ്ങിന്റെ പാളയിൽ പൊടിയും അഴുക്കൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് ഒരു പെന്ന് ഉപയോഗിച്ച് ഒരു ഇതളിന്റെ ഷേപ്പിൽ ഒന്ന് വരച്ചെടുത്ത് കത്രിക ഉപയോഗിച്ച് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ഇച്ചിരി കനമുള്ളതുകൊണ്ട് തന്നെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇപ്പം നല്ല മൂർച്ചയുള്ള കത്രികയോ പേപ്പർ കട്ടറോ ഉപയോഗിച്ചിട്ട് വേണം കേട്ടോ അത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതേ അളവിൽ തന്നെ ഒരു 4-5 ഇതളുകൾ കൂടി നമുക്ക് ഈ പാളയിൽ നിന്ന് ഒന്ന് വെട്ടിയെടുക്കാം. അതുപോലെ നടുവിലെ ഭാഗത്താണ് കേട്ടോ ഈ പാളയ്ക്ക് ഏറ്റവും കൂടുതൽ കട്ടി ഉണ്ടാവുക. അപ്പം നമ്മൾ അരികൊക്കെ നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരു 5 ഇതളുകൾ ഒരേ വലിപ്പത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോരോ ഇതളുകളെടുത്ത് നടുഭാഗം ഉള്ളിലോട്ടൊന്ന് മടക്കി കൊടുത്ത് അരിക് ഇതുപോലെ പുറകിലോട്ടൊന്ന് മടക്കി കൊടുക്കണം കേട്ടോ. പാള അത്ര പെട്ടെന്നൊന്നും ഒടിഞ്ഞു പോവില്ല. അതുകൊണ്ട് നന്നായിട്ട് തന്നെ പുറകിലോട്ട് മടക്കി കൊടുത്താലേ ആ ഇതളിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടുള്ളൂ. ഇതുപോലെ ഒരു 5 ഇതളുകൾ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഓരോന്നായിട്ട് ഒന്നിന് പുറകിൽ മറ്റൊന്ന് വരുന്ന പോലെ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ പാളയുടെ പുറകിലെ കറുപ്പ് നിറമൊക്കെ ഒന്ന് മാറ്റാനും അതുപോലെ നമ്മൾ കൊടുക്കുന്ന കളറ് നല്ല ഭംഗിയിലെടുത്ത് കാണിക്കാനും വേണ്ടിയിട്ട് ഈ പൂവ് മൊത്തത്തിലൊന്ന് വൈറ്റ് അക്രിലിക് കളർ പെയിൻറ് ഉപയോഗിച്ച് ഒന്ന് പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായി ഉണങ്ങിയതിന് ശേഷം നല്ല ബ്രൈറ്റ് യെല്ലോ കളർ ഉപയോഗിച്ച് ഓരോരോ ഇതളുകളായിട്ട് മെല്ലെ 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 ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാം. പൂവിൻ്റെ പുറകുവശവും നമുക്ക് ഇതുപോലെ തന്നെ പെയിൻറ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ട് യെല്ലോ കളറും കൂടി ഞാൻ മൊത്തത്തിലൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പൂവിൻ്റെ ഉൾഭാഗം ഒരു ചെറിയ ബ്രഷിൽ കുറച്ച് ഓറഞ്ച് അക്രിലിക് കളർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം. ഈ പാളയുടെ ഉൾവശത്ത് കാണുന്ന ചെറിയ ചെറിയ വരകളില്ലേ, അതൊക്കെ നമ്മുടെ പൂവിന് പ്രത്യേക ഭംഗി കൊടുക്കുന്നുണ്ട് കേട്ടോ. പെയിൻ്റൊക്കെ നന്നായിട്ട് ഉണങ്ങി നമ്മുടെ പൂവ് നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും വലിപ്പമില്ല, അതിലും കുറച്ച് ചെറുത് ഒരു 2 പൂക്കളും കൂടി അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് പെയിൻ്റൊക്കെ അടിച്ച് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. പാളയിലെ ഒരു ഇലയുടെ ഷേപ്പിലൊന്ന് വരച്ചെടുത്ത് കത്രിക ഉപയോഗിച്ച് നമുക്ക് ഓരോന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറുതും വലുതുമായിട്ട് കുറച്ച് അധികം ഇലകൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇലകളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പാളയുടെ പുറകുവശത്ത് നിന്നാണ് കേട്ടോ. അത് ഇച്ചിരി കൂടി സ്മൂത്താണ്. ഗ്രീൻ അക്രിലിക് കളർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഇലയുടെ അകവും പുറവും അതിൻ്റെ അരികു ഭാഗമൊക്കെ മുഴുവനായിട്ടൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം. പെയിൻ്റ് എല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഓരോരോ ഇലകളായിട്ട് എടുത്തിട്ട് ഉൾഭാഗത്തോട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇലയൊക്കെ ഇതുപോലെ വടി പോലെ നിന്ന് കഴിഞ്ഞാൽ ഒട്ടും കൊള്ളത്തില്ല. അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള എല്ലാ ഇലകളും നമ്മൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു അടക്കെടുത്ത് അതിൻ്റെ അടിഭാഗത്തു നിന്ന് വളരെ കുറച്ച് ഒരു സൈഡിൽ നിന്ന് വളരെ കുറച്ച് തോട് മെല്ലെ 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 സാവകാശം ഒന്ന് പൊളിച്ചെടുത്ത് മൊത്തത്തിൽ പറിച്ചെടുക്കരുത്. മറ്റേ എൻഡിൽ അത് ഇതുപോലെ ചുരുട്ടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഇവിടെയായിട്ട് പൊങ്ങി നിൽക്കുന്ന നാരുകളൊക്കെ കൈകൊണ്ടൊന്ന് താഴ്ത്തി കൊടുത്ത് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നമ്മൾ മടക്കി വെച്ച പോർഷൻ അടക്കയിലോട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. വേറൊരു അടക്കെടുത്ത് അതിൽ നിന്ന് ഇതുപോലെ കുറച്ച് തോട് പറിച്ചെടുത്ത് 2ആയിട്ടൊന്ന് മടക്കി നമ്മൾ തലയെ കൊട്ടിച്ച് വെച്ച് അടക്കില്ലേ, അതിൻ്റെ അടിഭാഗത്തായിട്ട് കുറച്ച് ഗ്ലൂ ഗൺ പുരട്ടിയിട്ട് ഈ വാലും കൂടി നമുക്ക് അതിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ അടക്കാക്കിളി ഏകദേശം റെഡി ആയില്ലേ. ഇനി അതിന് പറന്നുയരാൻ വേണ്ടിയിട്ട് 2 കുഞ്ഞു ചിറകുകൾ കൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ പാളയുടെ അരികിൽ നിന്ന് തന്നെ 2 പീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ പാളയുടെ കഷ്ണം കുഞ്ഞിക്കിളിയിലൊക്കെ ഒന്ന് വെച്ച് നോക്കി ഏകദേശം അതിൻ്റെ വലിപ്പത്തിൽ ചേരണ 2 കുഞ്ഞു പീസസ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരു ചെറിയ കത്രിക ഉപയോഗിച്ച് നമ്മുടെ ഈ പാള ഒരു ചിറക് പോലെ തോന്നാൻ വേണ്ടിയിട്ട് അതിൻ്റെ അരികു മാത്രം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ അടക്കാക്കിളിയിൽ കുഞ്ഞു ചെറുകളൊക്കെ ഒന്ന് വെച്ചൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. വലിപ്പമൊക്കെ ഒന്ന് കറക്റ്റാണോ എന്നൊന്ന് വെച്ചൊക്കെ നോക്കാം. എന്നിട്ടൊരു കത്രിക ഉപയോഗിച്ച് ഈ അടക്കയുടെ തുണ്ടിൻ്റെ ഭാഗം കുറച്ചൊന്ന് അകത്തിയതിന് ശേഷം ഈ ചിറക് ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് ഇറക്കി ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. പുറത്തൊട്ടിച്ച് അത്ര ഭംഗിയാവില്ല, അതുകൊണ്ടാണ് അതൊന്നും ഇങ്ങനെ ഇറക്കി ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഒരു ചിറകിൻ്റെ മറയിലായി പോകരുത് കേട്ടോ അടുത്തത് ഒട്ടിക്കുന്നത്. 2 ചിറകും കാണുന്ന രീതിയിൽ തന്നെ വേണം നമ്മളിത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, നമ്മുടെ കുഞ്ഞിക്കിളി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പെയിൻ്റൊക്കെ ഒന്ന് അടിച്ചൊന്ന് അടിപൊളിയാക്കി എടുക്കാം.
കിളികളുടെ തൂവലിനൊക്കെ ഒരു പ്രത്യേക തിളക്കല്ലേ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് മെറ്റാലിക് ഗ്രീൻ കളറാണ് കേട്ടോ അത് മൊത്തത്തിലൊന്ന് പെയിൻറ്റ് ചെയ്തെടുത്തത്. ഈ അടക്കയിൽ നാരൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊങ്ങിയൊക്കെ നിൽക്കണോണ്ട് പെയിൻറ്റ് കറക്റ്റായിട്ട് പിടിക്കുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. കുഴപ്പമില്ലാണ്ട് തന്നെ നല്ല ഭംഗിയിൽ തന്നെ അത് പെയിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി കുറച്ച് മെറ്റാലിക് ബ്ലൂ കളർ എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മൊത്തത്തിൽ പെയിൻറ്റ് ചെയ്യേണ്ട, നമ്മുടെ ചിറകിൻ്റെ സൈഡിലും വാലിൻ്റെ സൈഡിലും അതുപോലെ കഴുത്തിൻ്റെ പുറകുവശത്തൊക്കെ ആയിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെയിലൊക്കെ അടിക്കുമ്പോൾ പല നിറങ്ങളിലല്ലേ നമ്മൾ കിളികളെ കാണാറ്. അപ്പോൾ ഇതിൽ നല്ല ഭംഗിയായിരിക്കും അത് ഉണങ്ങി വരുമ്പോൾ ഒരുപാട് നിറങ്ങൾ അതിൽ കാണുമ്പോൾ കേട്ടോ. ഇതിങ്ങനെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി കയ്യിലെടുത്തപ്പോഴേ ശരിക്കും ഒരു കുഞ്ഞു കിളിയെ കയ്യിലെടുത്ത പോലെ തന്നെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ അടക്കൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ശരിയാകുന്ന വലിയ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിങ്ങനെ ഭംഗിയായിട്ട് വന്നപ്പോൾ ഭയങ്കര സന്തോഷം. പേരേന്ന് നമ്മൾ പൊട്ടിച്ചെടുത്ത കമ്പില്ലേ, അതൊരു ഗ്ലാസ്സിൽ കുറച്ച് കല്ലൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ കമ്പിൽ എവിടെയൊക്കെ ആയിട്ടാണ് ഈ പൂക്കൾ വെക്കേണ്ടതെന്ന് ഒന്ന് ആദ്യം ഒന്ന് വെച്ച് നോക്കാം. വെക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. നമ്മൾ ഈ കമ്പിലോട്ട് ഈ പൂ ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. ഇനി പൂവിൻ്റെ പുറത്തും അതുപോലെ തന്നെ അകത്തും നന്നായിട്ട് ഗ്ലൂ ഗണ്ണ് പുരട്ടിയിട്ട് ഈ പൂക്കളെ ഈ കമ്പിലോട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഉണ്ടാക്കി വെച്ച കുഞ്ഞു കുഞ്ഞു ഇലകളില്ലേ, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ കമ്പിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ഈ പാള പെയിൻ്റൊക്കെ ചെയ്ത് ഉണങ്ങിയൊക്കെ വന്നപ്പോൾ ശരിക്കും കോളാമ്പി പൂവിൻ്റെ ഇലകൾ പോലെ തന്നെയുണ്ട് കാണാൻ. ഇങ്ങനെ പുറത്തോട്ട് തള്ളിക്കൂർത്ത് നിൽക്കുന്ന കമ്പിൻ്റെ ഭാഗങ്ങളൊക്കെ ഇല്ലേ, അതൊന്ന് കത്രിക ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഒരു കുഞ്ഞു പാലയുടെ പീസ് എടുത്ത് ഒന്ന് ചുരുട്ടി മുട്ടുപോലെ ആക്കിയെടുത്തിട്ട് ഈ കമ്പിൻ്റെ അറ്റത്തൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. മഞ്ഞ അക്രിലിക് കളർ ഉപയോഗിച്ച് അതൊന്ന് പെയിൻറ്റ് ചെയ്തും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. തളിരിലകൾ പോലെ തോന്നാൻ വേണ്ടിയിട്ട് കുറച്ച് ഇലകളിൽ നമുക്കൊരു ഇളം പച്ച നിറം പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ പേരയുടെ തണ്ടിലും മുട്ടിൻ്റെ അടിഭാഗത്തും പൂവിൻ്റെ അടിഭാഗത്തൊക്കെ ആയിട്ട് ഞാൻ ഈ പച്ച നിറം ഒന്ന് കൊടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വലിയ കോളാമ്പി പൂവിൻ്റെ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന കമ്പിൻ്റെ തൊലി ഭാഗം ഒരു കത്തി ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ചുരണ്ടിക്കളയാം. നമ്മുടെ കുഞ്ഞിക്കിളിയുടെ ചുണ്ട് വരുന്ന ഭാഗത്ത് കത്രിക ഉപയോഗിച്ച് ചെറിയൊരു ഹോളിട്ട് കൊടുത്തിട്ട് നമ്മൾ കൂർപ്പിച്ച് വെച്ച കമ്പിൻ്റെ ഭാഗമില്ല അതൊന്ന് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ അടക്കയുടെ വെയിറ്റ് കാരണം അതിങ്ങനെ കുറേശ്ശെ താഴ്ന്നു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നുകൂടെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഞാനതൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കുഞ്ഞിക്കുരുവിയും കോളാമ്പിപ്പൂവൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് എങ്ങനെയുണ്ടെന്നൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പൊ കണ്ടില്ലേ, ഒരു കുഞ്ഞിക്കിളി തേനൊക്കെ പിടിച്ചിരിക്കുന്ന പോലെ നന്നായിട്ട് തന്നെ വന്നിട്ടില്ലേ? വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ ഡൈനിങ് ടേബിളിലോ സ്റ്റഡി ടേബിളിലോ അതല്ലെങ്കിൽ ബാൽക്കണി കാണാനൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നല്ല രസമായിട്ട് വന്നിട്ട് തന്നെ ഒരു ലെയർ വാർണിഷുകൾ നിങ്ങൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒരുപാട് കാലം നിൽക്കും, കേടൊന്നുമില്ല. പാളയ്ക്ക് ഇച്ചിരി കട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് കാലം കേടാവാണ്ടിരിക്കും കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. ഇത് ഞാൻ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രാഫ്റ്റ് ആണ് കേട്ടോ. ഫേസ്ബുക്കിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്ത വർക്കിന്റെ പിക്ചേഴ്സ് എന്തായാലും അതിലോട്ടൊന്ന് അയച്ചു തരും കേട്ടോ. നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമല്ലേ അതൊക്കെ കാണുമ്പോൾ. എല്ലാവരും ചെയ്ത് നോക്കണം. പിക്ചേഴ്സ് അയച്ചു തരാനും മറക്കപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ക്രാഫ്റ്റ് ഒക്കെ വർക്ക് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾ ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിരിക്കും.